ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ ഒരു 2020 മാച്ചായി കാണുന്ന കേരളത്തിലെ കുറച്ച് തീവ്രവാദികളായിട്ടുള്ള പന്നിക്കൂട്ടങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ജയിക്കുന്നോ ഇസ്രായേൽ തോൽക്കുന്നോ? കാരണം ഇസ്രായേൽ ജൂതരാഷ്ട്രമായതുകൊണ്ട് ഒരു ദിവസം തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് 17 തവണ മറ്റുള്ളവർ നശിച്ചു പോകട്ടെ, നിന്ദ്യന്മാരായി തീരട്ടെ, നീചന്മാരായി തീരട്ടെ, അല്ലാഹുവേ നീ കോപിക്കുകയും നീ വഴിപിഴപ്പിക്കുകയും ചെയ്ത ആ ജനവിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാകത്തില്ല. എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു തീവ്രവാദി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സന്ദർഭത്തിനൊത്ത് പുറത്തു ചാടും. അവസരോചിതമായി മാത്രമേ അവർ പുറത്തേക്ക് ചാടൂ. അത് മാത്രം നോക്കിയാൽ മതി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടില്ലേ, ഒരു മുഹമ്മദ് സനൂഫ്, അവനിപ്പോ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക. എന്റെ ലൈവ് ചാറ്റുകളിലും എന്റെ വീഡിയോ കമന്റുകളിലും അതുപോലെ പേഴ്സണലായിട്ടുള്ള മെസ്സേജുകളിലും ഒക്കെ കയറി വന്നിട്ട് എന്നെ കൊന്നിട്ടാണെങ്കിലും അവൻ വീരസ്വർഗം പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ഇതുപോലെ കുറെ എണ്ണമുണ്ട്. ഇപ്പോ വേറൊരു താത്ത ഉണ്ടല്ലോ, ഒരു ക്വാളിറ്റി താത്ത. നമ്മൾ നമ്മുടെ ക്വാളിറ്റി സൂക്ഷിക്കണ്ടേ, കാത്തു സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് പാകിസ്ഥാനെ ഒന്നും ചെയ്യണ്ട. അല്ല, പഹൽഗാമിൽ 29 പേരെ കൊന്നു, സാരമില്ല, നമ്മളങ്ങ് ക്ഷമിച്ചാൽ മതി. ഇപ്പൊ 29 പേരെയല്ലേ കൊന്നിട്ടുള്ളൂ, കുഴപ്പമില്ല. അല്ല, ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചാലും ഇല്ല, എന്നോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. വേറൊരുത്തിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് രാജ്യമാണോ വലുത്, മതമാണോ വലുത്? മതമാണ്. ഞങ്ങൾക്ക് മതം നോക്കിയേ പറ്റുള്ളൂ, രാജ്യം രണ്ടാമതാണ്. എന്നാൽ പിന്നെ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കൂടെ? ഇല്ല, ഇന്ത്യ സമ്മതിക്കാത്തത് കൊണ്ടാണ്, വിസയുമില്ല. തന്നെയുമല്ല, പാകിസ്ഥാനിലെ സ്ത്രീകൾക്ക് അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. അല്ല, മതമാണ് പ്രധാനമെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല, അത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴേക്ക് നമുക്കതൊന്നും പോരാ. പെണ്ണിനൊറ്റയ്ക്ക് സഞ്ചരിക്കാമോ? പറ്റില്ല. അപ്പൊ നിങ്ങൾ സഞ്ചരിക്കുന്നത് അതല്ല. എനിക്കിപ്പോൾ എൻ്റെ ആങ്ങളയില്ല, വാപ്പ വയസ്സായ ആളാണ്, അല്ലെങ്കിൽ വാപ്പ ഗൾഫിലാണ്, അങ്ങനെ ഒരുപാട്. അപ്പൊ നിങ്ങളുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ മതത്തെ നിങ്ങൾക്ക് മാറ്റുകയും മറയ്ക്കുകയും ചെയ്യാമോ? ഇപ്പോഴിതാ ഇറാനും ഇസ്രയേലും തമ്മിലൊരു യുദ്ധം നടക്കും. അത് നടന്നേ തീരൂ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗോത്ര നേതാവ്, ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴും മനുഷ്യന് സമാധാനം കൊടുത്തിട്ടില്ല. മമ്മദ് അണ്ണൻ എന്ന് പറയുന്ന അണ്ണൻ, യുദ്ധക്കൊതിയൻ, ചോരക്കൊതിയൻ, പെണ്ണുപിടിയൻ, അധികാരമോഹി, എല്ലാ പീഡോഫൈൽ, എല്ലാത്തിനും പേര് കേട്ട വ്യക്തി. ഇപ്പോഴിതാ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും മനുഷ്യന് മനസ്സമാധാനമുണ്ടോ? ഇല്ല. അവസാനമായിട്ട് ആയിഷയുടെ മടിയിൽ കിടന്നിട്ട് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് പറയാണ്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും തുരത്തിയിട്ടല്ലാതെ നിങ്ങൾ വിശ്രമിക്കല്ലേ മക്കളെ. തീർന്നു. അപ്പൊ ജീവിച്ചിരുന്നതിൽ ഒരു കാലത്തും മനുഷ്യന് മനസ്സമാധാനം കൊടുത്തിട്ടില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പറയുന്നു. ആർക്കെങ്കിലും വേണ്ടേ ഈ സമാധാനം? ആർക്കുമില്ല. ആർക്കും ഒരു സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. സമാധാനത്തോടുകൂടി മനുഷ്യനെ ജീവിക്കാൻ ഇവരോട്ട് അനുവദിക്കത്തുമില്ല. അതാണ് ഇവരുടെ സ്ട്രാറ്റജി. അപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ ആഘോഷമാക്കി കൊണ്ട് നടക്കുന്ന ഒരു ഉസ്താദിന്റെ പ്രഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഗ്സൂന ഫാരിസ്, എന്നിട്ട് ഇറാനുമായൊരു യുദ്ധം നടക്കും. തഗ്സൂന ഫാരിസ്, ഇറാൻ എന്നും ഹോട്ട്സെയിൽ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും ഭീതിതമായ ഒരു ചുറ്റുപാടുള്ളത് ഇറാന്റെ സാന്നിധ്യമാണെന്ന് വാർത്താ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു. അവരാണ് സമാധാനത്തിന്റെ ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നത്. അവരാണ് ടെററിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശത്രുപക്ഷത്തിന് കൂടെ നിന്ന് സഹായിക്കുന്നത്. എന്തുകൊണ്ടോ ആവാം, കാരണം എന്തെന്ന് വ്യക്തമല്ല. നിബിധങ്ങൾ പറഞ്ഞു, ഇറാനുമായി ഒരു യുദ്ധം നടക്കാനുണ്ട്. തഗ്സൂന ഫാരിസ്, പേർഷ്യയുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. നമ്മളറിയണം, ഇമാം മഹ്ദി തങ്ങളുടെ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മഹ്ദി ഇമാം മക്കയിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു സംഘം ആളുകൾ ആ മഹാനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും. ആ സംഘത്തെ അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ഉണ്ടാവുക. ആഴ്ത്തിക്കളഞ്ഞ് അല്ലാഹു നശിപ്പിക്കും. എന്നാ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? പാവപ്പെട്ട കുറച്ച് ആളുകള് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അമ്പും വില്ലും മലപ്പുറം കത്തിയും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ട് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. നേരത്തെ ആഴ്ത്തിക്കളഞ്ഞ ഇത്രയും മനുഷ്യന്റെ എഫേർട്ടും ടൈമും എങ്കിലും വേസ്റ്റ് ആകത്തില്ല. ശരി,
ആദ്യമേ സംഘത്തെ കൊണ്ടുവന്ന പുരാണത്തിന്റെ സംഘത്തെ വെറുതെ അവര് വിജയിക്കുന്നത് സമറായിൽ നിന്ന് വരുന്ന മഹദിയെയാണ് ഇറാനുകാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സമറായിൽ നിന്നല്ല മഹദി വരുന്നത് ഖുറാസാനിൽ നിന്നാണെന്നാണ് അഷ്റഫുൽ ഖൽഖിന്റെ വിവരം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാൻ ഒരു സൈനികയിലേക്ക് ഇമാം മഹദി ലക്ഷ്യമാക്കി നീങ്ങുമത്രേ. ആ സംഘത്തെയും അല്ലാഹു നശിപ്പിക്കും. ഇത് പറയുന്നു ثم تغزون الروم فيفتحها الله. നിങ്ങൾ യൂറോപ്പുമായി യുദ്ധം ചെയ്യും എന്ന് നിബിധങ്ങൾ റോമക്കാരുമായി. റോമക്കാർ എന്ന് പറയുന്നത് യൂറോപ്യസാണ്. അവരുമായി ഒരു യുദ്ധം നടക്കും. فيفتحها الله. അല്ലാഹു നിങ്ങൾക്കതിൽ വിജയം തരും. പക്ഷേ ഇതെല്ലാം എന്താണ് എന്റെ മരണശേഷം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു പോയ നബി ജൂതപ്പെണ്ണിന്റെ ആടിന്റെ കുളമ്പിന്റെ കറിയിൽ വിഷമുണ്ടാകുമെന്ന് മാത്രം തിരിച്ചറിയാതെ പോയി. 1. 2, തന്റെ ഭാര്യയായിട്ടുള്ള ആയിഷ സഫ്വാനുമായി കറങ്ങി നടന്ന് പിറ്റേ ദിവസം നാട്ടിലെത്തിയപ്പോൾ വ്യഭിചാര ആരോപണം നടത്തിയപ്പോൾ അത് സംഭവിച്ചോ ഇല്ലേ എന്നറിയാൻ പറ്റിയില്ല. ആയിഷയുടെ വീട്ടിൽ കിടന്ന് കറങ്ങിയ ഒരു മനുഷ്യനെ തലയെടുക്കാൻ വേണ്ടിയിട്ട് അലിയെ പറഞ്ഞു വിട്ടിട്ട് നിരാശനായി അലി മടങ്ങി വന്നിട്ട് പറഞ്ഞു അവൻ ലിംഗമില്ലാത്തവനാണ് എന്ന്. അതും അറിയാൻ പറ്റിയില്ല. സമാധാനം ഉണ്ട് കേട്ടോ, പല കാര്യങ്ങളും നബിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആവശ്യ സന്ദർഭങ്ങളിലൊന്നും ഈ തലച്ചോറ് പ്രവർത്തിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. അതായത് ഇവരിതിനെ ഒരു ആഘോഷമാക്കി കൊണ്ടു നടക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം. നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം പറയണത് കേട്ടോ. എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തയുണ്ട. അതെ അതെ, ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകുടിയാൻ പോകണം. അതെ അതെ, ആരുടെ ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകുടി പോകണം. ബ്രോസ്റ്റല്ല, കഞ്ഞുടിച്ചില്ല. മിഡിൽ ഈസ്റ്റിലെ അതിനിപ്പോ കഞ്ഞി കുടിക്കുന്ന കേരളക്കാർ കുറവല്ലേ? എല്ലാ കേരളക്കാരും ഇന്ന് കഞ്ഞിയാണോ കുടിക്കുന്നത്? ഇവരുടെ കഞ്ഞി കുടി വിട്ടു. അതല്ല മന്തി ബിരിയാണിയൊക്കെ അല്ലേ ഇന്ന് തിന്ന എല്ലാവരും. ഫണ്ട് കിട്ടൂല, അത് പോട്ടെ. അതല്ല, ഇപ്പൊ എല്ലാവർക്കും അറേബ്യൻ ബ്രോസ്റ്റ്, പിന്നെന്താണ് ഷവായി, ഷവർമ, അതുപോലെയൊക്കെയുള്ള ഫുഡാണ് എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം. കഞ്ഞിയോടൊന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉറപ്പായിട്ടും കഞ്ഞിയായിരിക്കും. ചില രാത്രി ദിവസങ്ങളിൽ കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചെറുപയർ കഞ്ഞി തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാകുക. അപ്പോൾ കഞ്ഞി കൂടി മുട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആ ഒരു വീട്ടിലും ഇന്ന് കഞ്ഞി ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവരുടെ കഞ്ഞി കൂടി മുട്ടും എന്ന് പ്രത്യക്ഷമായിട്ട് നമ്മളോടങ്ങനെ പറഞ്ഞു വെച്ചതാ. ശരി ഉസ്താദേ, നമുക്ക് മനസ്സിലായിട്ടാ. എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ഇറാൻ യുദ്ധം പൊട്ടൂലൻ പൊട്ടിയിരിക്കും എന്ന് നിനക്കറിയില്ല. യുദ്ധണ്ടോ? ആ യുദ്ധത്തിൽ ഇറാൻ തമ്മിൽ ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? സിംസാറുൽ ഹഖ് ഹുദവി പറഞ്ഞത് ഇറാൻ ജയിക്കുമെന്ന. അല്ല, ആദ്യം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ആയിട്ട് പോരെ നമ്മളോട് ഇത് കൂവല്. നബിയെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? മാമാടെ മോനാണെന്ന് തോന്നുന്നു. മുത്തുനബി വന്നിട്ട് പറഞ്ഞു, റഹ്മത്തുള്ള ഖാസിമി ഇങ്ങോട്ട് വന്നേ, ഇറാനിലൊരു യുദ്ധം ഉണ്ടാവും കേട്ടോ, അതിൽ ഇറാൻ പൊട്ടിപ്പോകും, നിങ്ങളുടെ കഞ്ഞുകൂടി മുട്ടും. എന്നാൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള നബി പോയി. അങ്ങനെ കണ്ട നബി വന്ന് പറഞ്ഞെന്നാണ് കക്ഷി പറയുന്നത് കേട്ടോ. വന്ന വഴിക്ക് തല എവിടെയെങ്കിലും മുട്ടിയിട്ട് പറയുന്നതിന് സ്ഥിരതയില്ലാതെയാണോ? എന്തായിരുന്നാലും ശരി, ഉസ്താദ് പബ്ലിക്കിനോടാണ് പറയുന്നത്. എല്ലാവരും ജാഗ്രതയോടുകൂടി കേട്ടിട്ട് തൊള്ള തൊടാതെ വിഴുങ്ങുന്നുണ്ട്. മുത്ത് പറഞ്ഞതാ. അല്ല, ഇദ്ദേഹം ഏത് കാലത്ത് ജീവിച്ചിരുന്ന ആൾ? 1600 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്? അതോ നബി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ്? എന്തായിരുന്നാലും പറയണ വിവരക്കേടുകൾ കേൾക്കുക തന്നെ. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷേ ഇറാൻ മാത്രമല്ല തകരാം, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. സമാധാനം. നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ട് പോയാലാണല്ലോ നമുക്ക് വിഷമം. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പൊ ഇറാൻ മാത്രല്ല, മറ്റൊരുപാട് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും. ഇതിപ്പോ അമേരിക്കയെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്, പിന്നെ അവർ നിങ്ങളെ ചതിക്കും. ഇത് ചൈനയെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്.
മനസ്സിലായോ പറഞ്ഞത്? അതെ അതെ. അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും. അതെ അതെ. എല്ലാരും പറയുന്നത് മഹദി ഇമാം അടുത്ത് വരുന്നാണ്. മഹദി ഇമാം വരുന്നല്ലടാ, വരണ്ടെന്ന് പറയണ. അല്ല, മഹദി ഇമാമിന്റെ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഇമാമെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പറയാം, അല്ലാതെ വരണ്ടാന്ന്. നമ്മൾ മുമ്പ് സാറ്റ് കളിക്കുമ്പോൾ ആന എന്ന് പറയുമ്പോൾ വരണം, കുതിര എന്ന് പറയുമ്പം വരരുത്, അങ്ങനെയൊക്കെ നമ്മൾ ചില കോഡുകൾ കാണാറുണ്ടല്ലോ സാറ്റ് കളിക്കുമ്പോൾ. അതുപോലെ മഹദി ഇമാമിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടാ, നമ്മൾ വിളിച്ചിട്ട് കാര്യം പറയാം, ഇമാമെ വരണ്ട, ഇപ്പം സാഹചര്യം അത്ര മോശമാണ്, വരാൻ സമയമാകുമ്പോൾ നമ്മൾ പറയാന്നൊക്കെ പറഞ്ഞാൽ പോരെ. അതെ അതെ, പുസ്തകം വിളിച്ചു പറ. ഇപ്പൊ മുഹമ്മദ് നബിയോട് സംസാരിച്ച റഹ്മത്തുള്ള കാസിമിക്ക് മുത്തുനബി വന്നിട്ട് കാര്യം ഇത്രയും കൂടി ജനങ്ങൾ ഉണ്ടായിട്ട് ഇവരോട് ആരോടും പറയാതെ റഹ്മത്തുള്ള കാസിമി ജൂസ് ഉസ്താദിനോട് മാത്രം വന്നിട്ട് എടാ ഇറാനിൽ യുദ്ധം ഉണ്ടാവും, ഇറാൻ തോറ്റുപോകും കേട്ടോ, കഞ്ഞുകൂടിയും മുട്ടും കേട്ടോ, ഇത്രയും വാർത്തകൾ പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് മഹദി ഇമാമിന്റെ നമ്പരും കൂടി ചോദിക്കാമായിരുന്നു. അല്ലെങ്കിൽ മുത്തുനബിക്ക് തന്നെ മഹദിയോട് പറഞ്ഞൂടെ, ഇമാമ ഇപ്പൊ പോണ്ടാട്ടാ, ഇപ്പൊ പോയാ നമ്മളെ ഇവര് പപ്പടം ആക്കി കളയൂന്ന് പറഞ്ഞാ പോരെ. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാം നശിപ്പിച്ചിട്ട് വരാനാണ് ആള് പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. ശരി, അപ്പൊ ഉസ്താദിനും അറിയാം ഇപ്പൊ കഞ്ഞിയല്ല പ്രധാനം, ബ്രോസ്റ്റ് ആണെന്ന്, എന്നാലും പറയും കഞ്ഞി കൂടി മുട്ടുവെന്ന്. പിന്നെ തുണിയില്ലാതെ പോണോ ഉസ്താദെ? കുറച്ച് കഴിഞ്ഞിട്ടെന്നാ പിന്നെ മാഷാ അല്ലാ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നാലില്ല പറഞ്ഞിട്ട് വരാം. അതെ അതെ. മുന്നിലിരിക്കുന്ന ആളുകൾ ഇയാളുടെ ഈ വിടുവായത്തരം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രസംഗത്തിന്റെ ഇടയിൽ പറയുന്നത്. ഡാ നിന്നോടാ ചോദിക്കുന്നത്, മക്കയിൽ കിടക്കണത് ആരാടാ? നമ്മുടെ വല്ലുമ്മാടാ ഹാജറ, നമ്മുടെ വല്ലുപ്പാടാ ഇബ്രാഹിം, അവരൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അതറിയാത്ത നീ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? പോത്തെ ഡാ ഡാ ഇതൊക്കെ ഇയാളുടെ പ്രസംഗത്തില്. അപ്പോ മുമ്പിലിരിക്കുന്നവരോട് പറയാം, എണീറ്റ് പോടാ, എന്റെ പണി നോക്കിയിട്ട് ഈ വിഡിത്തവും വിവരക്കേടും ഒക്കെ കേൾക്കാൻ എന്തിനാണ് നീ വന്ന് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് കക്ഷി ചോദിക്കുന്നത്. ചിലപ്പോ ഒക്കെ സത്യം പറയും കേട്ടോ. അറബ് രാജ്യത്തിലെ ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉടനെ ഒന്നും വരത്തില്ല എന്ന് തോന്നുന്നു. ആര് വരുമ്പോൾ മുഹമ്മദ് മുസ്തഫ അല്ല, അറബ് രാജ്യത്തോട് ഇദ്ദേഹത്തിന് എന്തോ ഒരു വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നു. എല്ലാം നശിപ്പിച്ച് പണ്ടാരം അടക്കിയിട്ടാണ് മഹദിയെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതോ മഹദി ഇതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്? ശരി, ഓ സല്ലല്ലാഹു വേണ്ട വേണ്ട, നമ്മൾ പറയണം. കാരണം മഹദി ഒരു ജനാധിപത്യ വിശ്വാസിയാണ്. അതുകൊണ്ട് ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ എന്നൊക്കെയല്ലേ. അപ്പൊ നമ്മൾ പറയണം വരണോ വരണ്ടേ എന്ന്. അപ്പൊ മഹദി അവിടെ നിന്നിട്ട് കാസിമിയോട് ചോദിക്കാണ്, അല്ല ഉസ്താദെ ഞാൻ വരണോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, നിൽക്കുക, ഞാൻ ഇന്നത്തെ പ്രസംഗത്തിൽ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് ഇമാം മഹദി വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വരണോ വരണ്ടേ എന്നുള്ള കാര്യം ഞാൻ ജനങ്ങളോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ ജനങ്ങളോട് റഹ്മത്തുള്ള കാസിമി ചോദിക്കുകയാണ്, അല്ല മഹദി ഇമാമ് വരണോ വേണ്ടേ? അപ്പൊ ജനങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം അദ്ദേഹത്തെ കൂടി വലിച്ചു കീറുന്നതിന് ഇപ്പൊ നമ്മൾ കാണണ്ടേ, അതുകൊണ്ട് വേണ്ട, അയാൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ എന്ന്. നമ്മളിങ്ങനെ പപ്പടം പൊരിച്ച് തിന്നതിന്റെ അടിയിൽ വരുന്ന ആളല്ല ആര്? നമ്മൾ അറേബ്യൻ ബ്രോസ്റ്റ് തിന്നോണ്ടിരിക്കുമ്പോ വരുന്ന ആളാണ് മഹദി. പപ്പടം പൊരിക്കുമ്പോ അങ്ങനത്തെ ചീള് കേസിനൊന്നും മഹദി ഇമാമ് വരത്തില്ല എന്ന്. അതെ അതെ, എല്ലാം നശിപ്പിച്ചിട്ട് മാറി കക്ഷി അങ്ങ് തരുന്നു. നന്മയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങല് നമുക്ക് നല്ലതാണ്. എന്തിന്? പപ്പടം പൊരിച്ച് തിന്നാനോ, അതോ അറേബ്യൻ ബ്രോസ്റ്റ് തിന്നാനോ, അതോ ഇമാം മഹദിയെ വലിച്ചു കീറാനോ? പ്രതിസന്ധി വരാൻ പോവാണ്. അല്ല, പഠിച്ചോൻ കാക്കണതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൂത്തേടം പറഞ്ഞാകെ ജനങ്ങളെ പാനിക്കാക്കി കേട്ടോ. കാരണം ഇമാം മഹദി വരണോ വരണ്ടേ, ഇമാം മഹദി ഉടനെ തന്നെ വരുമോ ഇല്ലേ, ഒരുപാട് കാര്യങ്ങളിൽ സമയവും അംഗതകളും ഒക്കെ പറഞ്ഞു. എന്നിട്ട് മുഹമ്മദ് നബി വിളിച്ചിട്ട് കക്ഷിയോട് സംസാരിച്ചു. പക്ഷെ മുഹമ്മദ് നബി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് കൂടെ ചോദിക്കണമായിരുന്നു. അറിയാമല്ലോ ഇന്ന് മുസ്ലിം ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്, ലോകം എപ്പോൾ അവസാനിക്കുമോ ഒക്കെ ഒന്ന് ചോദിക്കാമായിരുന്നു. ഇറാൻ ജയിക്കുമോ തോൽക്കുമോ, അതല്ല സൗദി അറേബ്യയിലെ ഭരണാധികാരിയുടെ തലയെടുക്കുന്നത് ട്രംപ് ആയിരിക്കുമോ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. ശരിയെന്ന്